എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഞ്ഞൾ വിപണിയിൽ നിന്ന് കർഷകർക്കും വ്യാപാരികൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ദേശീയ കമ്മോഡിറ്റി വിപണിയിലെ മഞ്ഞൾ ഫ്യൂച്ചേഴ്സ് വില ക്വിൻ്റലിന് 22,836 രൂപ മുതൽ 22,780 രൂപ വരെ ഉയർന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. കേരളത്തിലെ ചന്തകളിൽ ഉണക്ക മഞ്ഞൾ ഇനങ്ങൾക്ക് ക്വിൻ്റലിന് ശരാശരി 14,400 രൂപ മുതൽ 15,800 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. അതായത് 1 കിലോയ്ക്ക് ഏകദേശം 144 രൂപ മുതൽ 158 രൂപ വരെ വില ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യയിലെ പ്രധാന മഞ്ഞൾ ഉൽപാദന കേന്ദ്രങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലെ ഈറോഡ്, തെലങ്കാന വിപണികളിൽ ക്വിൻ്റലിന് 17,000 രൂപ മുതൽ 21,432 രൂപ വരെ ഇപ്പോൾ വിലയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് വിപണിയിലെ മഞ്ഞളിൻ്റെ കടുത്ത ലഭ്യത കുറവാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് സംഭരിച്ചു വച്ചിരുന്ന പഴയ മഞ്ഞൾ സ്റ്റോക്കുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും തീർന്നു കഴിഞ്ഞു. പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് വ്യാപാരികളുടെയും കർഷകരുടെയും കൈവശം ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ വന്നു. വിപണിയിലേക്ക് സാധാരണ എത്താറുള്ള പുതിയ മഞ്ഞളിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ വാങ്ങുവാൻ ആൾ കൂടുകയും വില കുതിച്ചുയരുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ കാരണം ആവശ്യക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാരണമാണ് കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പെയ്ത അസമയത്തുള്ള കനത്ത മഴയും ചിലയിടങ്ങളിലെ കടുത്ത വരൾച്ചയും കൃഷിയെ ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. പല പ്രമുഖ കൃഷിയിടങ്ങളിലും മഞ്ഞൾ ചെടികളെ ബാധിക്കുന്ന ചീയൽ രോഗം പടർന്നു പിടിച്ചതും വിളവിനെ ബാധിച്ചിട്ടുണ്ട്. വരും സീസണിൽ ഉൽപ്പാദനം വീണ്ടും കുറയുമെന്ന കർഷകരുടെയും വ്യാപാരികളുടെയും ആശങ്ക വിപണിയിൽ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് നിലവിൽ കാരണമായിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.